പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റിയിൽ 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് MG യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് പോലെ തന്നെ വില്ലിംഗ്നെസ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് പോലെ തന്നെ ഓരോ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാം. ചില സമയത്ത് ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ടാവും. നമുക്ക് ഒരു ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് തൃപ്തികരമാണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അങ്ങനെ തൃപ്തികരമായിട്ട് ആക്സെപ്റ്റ് ചെയ്താൽ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കണം. ഒരു വട്ടം യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ ഫീസ് അടക്കാനുള്ള സമയം ഈ വരുന്ന ജൂൺ 30 വരെയാണ്. ജൂലൈ 1-ാം തീയതി 1-ാം വർഷ ക്ലാസ് തുടങ്ങും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഉണ്ടാവും. തേർഡ് അലോട്ട്മെന്റിന് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിറ്റ് സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. അതിനാൽ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ വരുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഓപ്ഷനുകൾ മാത്രം സെലക്ട് ചെയ്യാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. ബാക്കി ഡീറ്റെയിൽസുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.